ക്യാമറ അവിടെയാണല്ലേ? സോറി. നമ്മുടെ സീരീസിന് ട്രിവാൻഡ്രത്ത് നമുക്ക് എത്തിപ്പറ്റാൻ പറ്റുന്ന അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഇന്ന് നമ്മള് ഫസ്റ്റ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തത് കാപ്പിലായിരുന്നു. പ്ലാൻ ചെയ്തത് നമ്മളെ വർക്കല സത്യത്തില് നമ്മളെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ വ്ലോഗ് ബൈ നിജാസ് ആൻഡ് അതൊക്കെ ഓവറല്ലേ? അതിന്റെ ചാനലിന്റെ പേരല്ലേടാ? വേണ്ട, ഇതിപ്പോ തൽക്കാലം ഇങ്ങനെ വ്ലോഗ് ബൈ നിജാസ് എന്ന രീതിയിൽ പോട്ടല്ലേ. അപ്പൊ നമ്മൾ ഇന്നോട്ടൊരു പുതിയ പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, ട്രാവൽ വ്ലോഗ്. ഇപ്പൊ ഫ്രഷ് ആണ്, ഇപ്പൊ എല്ലാരും ട്രാവലാണ്. പക്ഷെ നമുക്ക് കുറച്ച് കറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടും അതെല്ലാം നിങ്ങൾക്കും കൂടി എത്തിച്ചേരണം എന്നുള്ളത് കൊണ്ടും നമ്മള് അല്ലേ ട്രാവൽ വ്ലോഗിങ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇന്നെന്ന് പറയുമ്പോ നമ്മള് ഫസ്റ്റ് ട്രാവലിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മള് ഫസ്റ്റ് നമ്മുടെ പ്ലാനിങ് എന്ന് പറയുമ്പോ നമ്മള് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ഫുള്ള് കവർ ചെയ്യുക അല്ലേ? അതെ, നമ്മളെ ഹിഡൻ പ്ലേസും അതേപോലെ തന്നെ ട്രിവാൻഡ്രം സിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ പുതിയ മൈക്ക് മേടിച്ചു കേട്ടോ. പുതിയ മൈക്ക് മേടിച്ച് വേറെ പൊന്നെ വിഴുങ്ങ് മൈക്ക് വിഴുങ്ങ് വല്ലൊക്കെ പറഞ്ഞാൽ മതി. വേണ്ട, കരയുണ്ട്, അവനും കൊടുത്തിട്ടുണ്ട് മൈക്ക് കേട്ടാ. അപ്പൊ നമ്മളെ പരിപാടി എന്ന് പറയുമ്പോ ഇതാണ്. നമ്മളപ്പോ കുറച്ച് എപ്പിസോഡുകളായിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. കുറച്ച് നമ്മൾ സീരീസ് ആയിട്ടാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാല് ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇതാണ് നമ്മുടെ ആഗ്രഹം അല്ലടാ. ട്രിവാൻഡ്രം, കൊല്ലം. ഇത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയട്ടെ. നമ്മുടെ ഈ ഡിജിടെക് എന്ന് പറയുന്ന ഈ ഒരു മൈക്ക്, ഇത് ഇവള് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നേനല്ലേ. ആരാണിവൾ? നിന്റെ പെണ്ടാട്ടിന്ന്. അതെ, ഇതാണ് എന്റെ പെണ്ടാട്ടി കേട്ടാ. ജസ്റ്റ് ക്യാമറ അവിടെയാണല്ലേ? സോറി. അപ്പൊ ഫസ്റ്റ് ഇതായോണ്ടാണ് കേട്ടോ. നമ്മള് ഇപ്പം നമ്മുടെ ഗോപ്രോ ആണെങ്കിൽ അടിച്ചു പോയി, അതുകൊണ്ട് നമ്മളിപ്പോ ഫസ്റ്റ് ടൈമാണ് മൊബൈലില് നമ്മള്. പക്ഷെ ഏറ്റവും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നുന്നത് ഈ മൊബൈൽ വ്ളോഗിങ് ആണ് കേട്ടോ. നമ്മളെ ഗോപ്രോ തന്ന് സഹായിച്ചത് പയ്യനാണ്. ഗോപ്രോ പയ്യന്റെ അറബി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ് കേട്ടോ. നമുക്ക് ചൂടൊക്കെ എടുക്കും. ഇവളാണ് ഓളിന്റെ ട്രിപ്പ് ചൂടെടുക്കണത് കേട്ടോ. ഇതെല്ലാം തരണം ചെയ്യേണ്ടി വരും. നമ്മള് ചൂടും മഴയും വെയിലും അല്ലേ? തുണി ഇട്ടിട്ടുണ്ട്, ടവൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പോകുന്നത് നമ്മളെ പയ്യന്റെ 800-ലാണ്. ഉടനെ തന്നെ കച്ചവടമാകും. അപ്പൊ ഒരു ചെറിയൊരു പരസ്യം കൂടി ചെയ്യണം. വണ്ടി വേണമെന്നുള്ളൊരു കണ്ടീഷൻ വണ്ടിയാണ്. അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് പോകും. ഈ സൂപ്പർമാൻ്റെ ഫ്രീ ആയിട്ട് കൊടുക്കൂല? അതിന് ഫ്രീ ആയിട്ട് കൊടുക്കൂല? അപ്പൊ ഇതെന്തായാലും വണ്ടി വേണമെന്നുള്ളവര് ഷാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഇതിലോട്ട് വരാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പൊ നമ്മള് ടോപ്പിക്കിലോട്ട് പോവാ. ഇതെന്തൊരു കാക്കാന്ന് വെച്ച് അറിഞ്ഞ് കയറ്റി കൊടുക്കട്ടെ. ഇതെന്ന് പറഞ്ഞാൽ അത് കണ്ടീഷനാണ്, കണ്ടീഷൻ വണ്ടി ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഇന്ന് നമ്മള് ഫസ്റ്റ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തത് കാപ്പിലായിരുന്നു. പ്ലാൻ ചെയ്തത് നമ്മളെ വർക്കല സത്യത്തില് നമ്മളെ
സത്യത്തിൽ കാപ്പിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ എനിക്ക് ചെറിയ നടുവേദനയും അതേപോലെ ഇവളാണെങ്കിൽ ഒരുങ്ങി ഇറങ്ങിയപ്പോ പറഞ്ഞു അയ്യോ ഇനി പോണോ, മണി 4 മണി ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്താൻ നോക്കി. പക്ഷെ ഞാൻ പിന്നെ ഉയർത്തെഴുന്നേറ്റ് ഞാൻ അപ്പൊ തന്നെ ഞാൻ ഷാനെ വിളിച്ചു വരുത്തി. അല്ലേടാ, ഷാൻ ഒന്നും നോക്കിയില്ല, ഇത് ഗിഫ്റ്റ് ആണിത്. അപ്പൊ ഷാൻ വേറൊന്നും നോക്കിയില്ല. അപ്പം പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഓൺ ദ സ്പോട്ടിൽ എണ്ണ അടിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ എണ്ണയും കാര്യങ്ങളൊന്നും നമ്മളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഷാൻ തന്നെ അടിച്ചിട്ടുണ്ട്, സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി, ഇരുന്ന് കൊടുത്താൽ മതി. അപ്പൊ വേറൊന്നും അല്ല. അപ്പൊ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് വർക്കല നിന്ന് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യണം. കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ഓഫ് സീസൺ ആണ് കേട്ടോ. ഇപ്പൊ മദാമയും സായിപ്പന്മാരൊന്നും എന്തായാലും കാണൂല, പോണം. ഓഫ് സീസൺ ആണ്. അപ്പൊ എന്നിരുന്നാൽ പോലും നമ്മള് മാക്സിമം നമ്മള് വർക്കല കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ പോവാം. ബാക്കി ഡീറ്റെയിൽസ് എന്തൊരു ഡീറ്റെയിൽസ് അത് വരാൻ പോകുന്ന വീഡിയോസ് നമ്മള് അതെ, നമ്മള് നിയമം പാലിക്കണം, നിയമം ലംഘിക്കരുത്. ഉറങ്ങണേനെയൊക്കെ വിളിച്ചുണർത്തിയാണ് നമ്മള് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് പറയട്ടെ, എന്തൊരു കുലുക്കോടാ. ജസ്റ്റ് ഒന്ന് പറയട്ടെ. അപ്പൊ നമ്മളെ സീരീസ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പൊ നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് നമുക്ക് എത്തിപ്പറ്റാൻ പറ്റുന്ന അടിപൊളി നശിപ്പിച്ചു അതിലേ പോകണ്ട, ഇതിലേ പോകും. കവി ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല, നമ്മളെ കൊണ്ട് ട്രിവാൻഡ്രത്ത് നമ്മൾ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി മാക്സിമം കവർ ചെയ്യും, എക്സ്പ്ലോർ ചെയ്യണം. അതാണ് നമ്മൾ ജസ്റ്റ് പോയി വരിക എന്നുള്ളതല്ല. വിളിച്ചേ കാപ്പിന് പോവാന്ന് പറഞ്ഞപ്പോ വേണ്ട ടവലൊക്കെ ആയിട്ടാണ് വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് പ്ലാൻ മാറ്റി വർക്കല വരെ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞപ്പോ വേറെ ഒന്നും കൊണ്ടല്ല, കാപ്പിൽ വ്ളോഗ് ഉടനെ വരും. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് വെറുതെ കാപ്പിൽ വരെ പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, നേരെ താമസിച്ചു എന്നുള്ളതും കൂടിയാണ് സത്യം. മണി 4:15 കഴിഞ്ഞു കേട്ടാ. അല്ല, നേരെ വിടും. അപ്പൊ നമുക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ വരുന്നത് വർക്കലയാണ്. നമ്മുടെ സീരീസിന് നമുക്ക് ജസ്റ്റ് പോവാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഹിഡൻ പ്ലേസസ്, ട്രിവാൻഡ്രത്തുള്ള ഹിഡൻ പ്ലേസസും ഒക്കെയാണ് നമ്മള് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് എത്തിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രല്ല, ട്രിവാൻഡ്രത്ത് അല്ലാത്തവർക്ക് ട്രിവാൻഡ്രം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ, ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിലോട്ട് പോയാൽ അവിടെ ഏതൊക്കെ പ്ലേസുകൾ കവർ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1 ദിവസം കൊണ്ട് എവിടെയൊക്കെ കവർ ചെയ്യാം, അങ്ങനെയൊക്കെ. നമ്മളെ ഈ ട്രിവാൻഡ്രം ഏരിയയിലുള്ള മിക്കുള്ള എല്ലാവർക്കും ട്രിവാൻഡ്രത്തിന്റെ ബേസ് എല്ലാം അറിയാമായിരിക്കും. ട്രിവാൻഡ്രം ഹിഡൻ പ്ലേസും അതെ, നമ്മളെ ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും നമ്മുടെ ട്രിവാൻഡ്രത്തിലെ 1 ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ അറിയാം. അതേപോലെ തന്നെ ഹിഡൻ പ്ലേസുകൾ ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും. പക്ഷെ മറ്റ് ജില്ലക്കാർക്ക്, ആലപ്പുഴ വരണവർക്ക് 1 ഡേ കൊണ്ട് അവർ രാവിലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ 1 ഡേ പോകുന്ന പ്ലേസിൽ എവിടെയൊക്കെ കവർ ചെയ്യാൻ പറ്റും, അവിടെ ഉള്ള അടുത്തടുത്തുള്ള സ്പോട്ടുകൾ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് ഒരു ഡേ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം, ഫുൾ കംപ്ലീറ്റ്ലി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ വീഡിയോ വരുന്നത്. അതേപോലെ നമ്മളൊരു 10 എപ്പിസോഡ് കൊണ്ട് നമ്മുടെ ട്രിവാൻഡ്രം മാക്സിമം കവർ ചെയ്യാനായിട്ടാണ് നോക്കുന്നത് അല്ലേ. അപ്പൊ ഇന്ന് നമ്മള് കാണിച്ചു തരാൻ പോകുന്നത് വർക്കല. ഓക്കെ, ഇനി വർക്കല ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ.